ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ദിവസമാണിന്ന്. ഇത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ അവയർനെസ് അതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെട്ട് മൈൻഡ്ഫുൾനെസ്സിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഹിഡൻ അവയർനെസ് നമുക്കറിയാമായിരിക്കാം, ഒരുപക്ഷെ അത് നമുക്ക് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള തലങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിവേ ആന്റണി സാറിന് നമുക്കത് കൂടുതൽ കേൾക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ. ഞാൻ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലല്ല, അതിനു മുമ്പിലത്തെ ആഴ്ചയിൽ നമ്മൾ അവബോധ മനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് ഞാൻ വിവരിച്ചു. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ സ്വഭാവ രീതികളെ അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഉപബോധ മനസ്സിനെ കുറിച്ച്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നമ്മളുടെ ശീലങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ പ്രതികരണങ്ങൾ, നമ്മളുടെ ശാരീരികമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് എന്ന് പറയാം, അതുപോലെ നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒട്ടനവധി പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ എല്ലാം സ്വാധീനിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഉപബോധ മനസ്സാണ് നമ്മളെ ആ കാഴ്ചയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ശരിക്കും ഉപബോധ മനസ്സല്ല, നമ്മളുടെ ഈഗോയാണ് അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തത്സമയ വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന് കാണുന്നു, അതേസമയം അതെങ്ങനെയാണ്, എനിക്ക് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമല്ലാത്തതാണോ, നല്ലതാണോ ചീത്തയാണോ, ഇങ്ങനെയുള്ളതെല്ലാം ഈഗോയുടെ പ്രവർത്തനങ്ങളാണ്. പക്ഷെ നമ്മൾ കാണുന്നതിനെ വ്യാഖ്യാനിക്കുന്ന അതിൻ്റെ പിന്നിലുള്ളതെന്നാണ്. അപ്പോൾ ഉപബോധ മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒരുപക്ഷെ ഇതിനെ നമുക്ക് ഉപമിക്കാൻ സാധിക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിലൊക്കെ ഉള്ള ബയോസ് എന്ന് പറയും. ബയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കാണാനോ അല്ലെങ്കിൽ നമുക്കതിലേക്ക് ആക്സസ് ഇല്ല. അത് പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം ചെയ്തിരിക്കുന്നതാണ്. എന്തിനാണത്? ഹാർഡ്വെയറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും തമ്മിൽ, പ്രത്യേകിച്ച് ബൂട്ട് ചെയ്യുന്ന സമയത്ത്, കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ബയോസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളുടെ മൊബൈൽ ഫോൺ നമ്മൾ വൈകുന്നേരം ഓഫ് ചെയ്ത് വെച്ചെന്ന് കരുതുക. അപ്പൊ അതൊരു ഹാർഡ്വെയർ ആയിട്ട് മാറുന്നു. അതിനൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രവർത്തിക്കാനുള്ള ഹാർഡ്വെയർ ഉണ്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അത് വീണ്ടും മൊബൈലോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ബയോസ് ആണ് ആദ്യമേ അത് ബൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളിലേക്കും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബയോസിനെ അതേസമയം നമ്മൾ അറിയുന്നില്ല ഈ ബയോസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. സാധാരണക്കാരായ ആളുകൾക്ക് അറിയത്തില്ല. അതിന്റെ ആ സോഴ്സ് കോഡ് പ്രോഗ്രാം ചെയ്യുന്ന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേർഡ്, MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ നമുക്ക് അതിന് കുറെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ചില കമാൻഡുകളൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ സോഴ്സ് കോഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, അത് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മളുടെ പവർ പോയിന്റിൽ മാറ്റിയിട്ട് നമ്മൾ സേവ് ചെയ്യാനുള്ള ആ ബട്ടൺ കുത്തുക. അത് കുത്തുമ്പോഴാണ് അത് സേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ ഉപബോധ മനസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവബോധ മനസ്സിനെ കുറിച്ചും വ്യക്തമായ ധാരണകളൊന്നും പലർക്കും ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾക്ക് മാറ്റണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് സാധിക്കാതെ വരുന്നതിന്റെ കാരണം നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സോഴ്സ് കോഡിനെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഊർജത്തെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾക്കൊരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹാബിറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. ആ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന അതിന് ഊർജം കൊടുക്കുന്ന നമ്മളുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവബോധ മനസ്സിനെ കുറിച്ച് നമ്മൾ അറിയണം.
ഇനി ഈ ഉപബോധ മനസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ, കൂടുതലായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. അവിടെയാണ് മൈൻഡ്ഫുൾനെസിന്റെ റോൾ എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എപ്പോഴും നമുക്കറിയാം, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നമ്മളുടെ വിചാരങ്ങളെക്കുറിച്ച്, നമ്മളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് ഒരു തത്സമയമായിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് തരുന്നതാണ് നമ്മളുടെ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പം മൈൻഡ്ഫുൾനെസ്സും വഴി നമ്മൾ ഉപബോധ മനസ്സിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ബ്രെയിന്, സെൻസ് ഓർഗൻസ്, മൈൻഡ്, ഈഗോ, ഇതുമായിട്ടുള്ള നമ്മളുടെ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ മുമ്പിലത്തെ ആഴ്ചയിൽ അൺകോൺഷ്യസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ മെമ്മറി അവയർനെസ് അല്ലെങ്കിൽ നമ്മൾ സബ് കോൺഷ്യസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സ്ലൈഡ് കാണാൻ പറ്റിയല്ലായിരിക്കും. പക്ഷെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതായത് നമ്മളുടെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ അതുവഴി നമുക്കുണ്ടാകുന്ന ചിന്തകൾ, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഒരു ചിന്ത ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് നമ്മൾക്ക് വിചാരങ്ങൾ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ എന്താണ്, ഇതും നമ്മളുടെ ഈഗോയും മൈൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ബ്രെയിനും ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒട്ടനവധി ഞാൻ പറഞ്ഞതുപോലെ ബയോസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് പോലെ നമ്മളുടെ ചിന്തകൾക്ക്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെയാണെന്ന് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഈ ഏതാനും ക്ലാസ്സുകൾ ഞാൻ പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അതിലേക്ക് നമുക്ക് എപ്പോഴും ആക്സസ് ഇല്ല, പക്ഷെ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് ആണ്, അതുണ്ട്. അതുപോലെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമുക്ക് ഏകദേശമൊക്കെ നമുക്കറിയാം. കാരണം പിന്നിൽ പ്രവർത്തിക്കുന്ന ഊർജം അൺകോൺഷ്യസിൽ നിന്നും സബ് കോൺഷ്യസിൽ നിന്നാണ് വരുന്നതെങ്കിലും കോൺഷ്യസ് ലെവലിലുള്ള അവബോധത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മളുടെ നേച്ചർ ഓഫ് ദി സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം നൽകുക. ഏതെല്ലാം വിധത്തിലാണ്, അതിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ അതിന്റെ സ്വാധീനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുക. അതോടൊപ്പം തന്നെ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിനെ കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരാന്, ഉദാഹരണമായിട്ട് നമ്മളുടെ ഹാബിറ്റ് ഫോർമേഷൻ അതൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പെരുമാറ്റ രീതികൾ, ഇതെല്ലാം മാറ്റുന്നതിന് സബ് കോൺഷ്യസിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അടുത്തറിയുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് സബ് കോൺഷ്യസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഇതിൽ ഭൂരിപക്ഷം ആളുകളും സൈക്കോളജി പഠിച്ചിട്ടുള്ളവരും സൈക്കോളജിയിലെ മാസ്റ്റേഴ്സും PhD ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ എനിവേ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡിന്റെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ഏറ്റവും തൊട്ട് താഴെയുള്ളതാണ്. അതിന് താഴെയാണ് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, അനുദിന ജീവിതത്തിന്റെ 95% നിയന്ത്രിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ചിന്തകള്, നമ്മളുടെ വികാരങ്ങള്, അതുപോലെ തന്നെ നമ്മളുടെ ബിഹേവിയർ, അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ 95% നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇനി സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവ രീതികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒന്ന്, ഇത് നമ്മളുടെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ഇതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ ബോഡിലി ആയിട്ടുള്ള നമ്മളുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾ, ഒട്ടനവധി പ്രവർത്തനങ്ങളെ അത് സബ് കോൺഷ്യസ് മൈൻഡ് നിയന്ത്രിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളുടെ ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ്, ഡൈജഷൻ, ഇമ്മ്യൂൺ റെസ്പോൺസസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ എല്ലാം, അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതാണ്. നമ്മൾ ഉദാഹരണം, നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നതെങ്കിലും അത് ആ ഡൈജഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വൈകാരികമായിട്ടുള്ള എന്താണ് നമ്മളുടെ എക്സ്പീരിയൻസ് അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിനെ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നുണ്ട്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ ചിന്ത വരുമ്പോഴേക്കും ഒന്നാമത് ന്യൂറോ പാത്ത് വേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ഇന്റൻസ് ആയിട്ടുള്ള നമ്മളുടെ അനുഭവങ്ങൾ, നമ്മുടെ വൈകാരിക അനുഭവങ്ങൾ, ചിലപ്പോൾ അത് ട്രോമയായിരിക്കാം, അല്ലെങ്കിൽ ജോയി ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറേജ്, ഒരു ഡേറ്റ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തതായിട്ടുള്ള ഇതിന്റെ സ്വഭാവ രീതി എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് ആൻഡ് റീഇൻഫോഴ്സസ് ഹാബിറ്റ്സ്. നമ്മളുടെ ഒട്ടനവധി, നമുക്ക് ബഹുഭൂരിപക്ഷമുള്ള നമ്മളുടെ ഈ എന്താണ് നമ്മളുടെ നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയാം. ഈ ഹാബിറ്റ്സ് എല്ലാം ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. ഒരു ചിന്ത വരുന്നു, ആ ചിന്തയിൽ ആദ്യമേ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, കരയുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ആ കുഞ്ഞറിയുന്നു കരച്ചിൽ വഴി നമുക്ക് പലതും നേടാം എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ ബിഹേവിയർ വഴി. അപ്പൊ അതുപോലെയുള്ള റീഇൻഫോഴ്സസ് ഹാബിറ്റ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു ഇമേജ് മതി, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ട്രിഗേഴ്സ്, സിമ്പിൾസ്, ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മളുടെ സബ് കോൺഷ്യസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കണ്ടിട്ടുള്ള ഒരു ഇമേജ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരാളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഒരു പരിചയം, അല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു അധ്യാപകനോട് നമുക്ക് സ്നേഹമുള്ള ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകനെ പോലെയുള്ള ഒരു വ്യക്തി ഏകദേശം സിമിലർ ആയിട്ടുള്ളത് കാണുമ്പോഴേക്കും നമുക്ക് ആ മനുഷ്യനോട് വെറുതെ വഴിയിൽ കൂടെ നടന്നു പോകുന്നതാണെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നാം, അല്ലെങ്കിൽ നേരെ മറിച്ചും തോന്നാം. ഇനി ഇതിനെ സംബന്ധിച്ച് സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ലോജിക്ക് വെച്ചല്ല അത് പ്രവർത്തിക്കുന്നത്. യെസ് ഓർ നോ, അല്ലെങ്കിൽ അതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രത്യേകിച്ച് നമ്മളുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് വരികയോ അവിടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിന്റെ ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അത് ഒരു തീരുമാനത്തിലേക്ക് വരുന്നില്ല. ഓക്കെ, നമ്മുടെ ഡിസിഷനെ മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പെട്ടെന്നുള്ള അതിന്റെ ആ പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. കിട്ടുന്ന അതിന്റെ അത് ശരിയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് കാണും. ഇപ്പൊ പ്രത്യേകിച്ച് കൂടുതലായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. അതെല്ലാം ശരിയാണ് എന്നുള്ളത് പെട്ടെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് പോവുകയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ എല്ലാം ശരിയാണെന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ നമ്മൾ അത് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുക, എവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത്. അതുപോലെ നമ്മുടെ ഓർമ്മയുടെ ഒരു ഡേറ്റാ ബാങ്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഇതാണ് മൈൻഡാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റോറേജ് റൂമാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇത് തീരുമാനങ്ങൾ എടുക്കുകയല്ല, ജഡ്ജ് ചെയ്യുന്നില്ല, ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു മൈൻഡ് അല്ല വരുന്നത്. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വരും. ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റൽ സെന്റർ ആണ്. നമ്മളുടെ ഇമോഷൻസിന്റെ, നമ്മുടെ വൈകാരിക തലത്തിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റിന്റെയും ആയിട്ടുള്ള ഒരു സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അല്ല, തീർച്ചയായിട്ടും അതാണ്. അതുപോലെ നമ്മളുടെ കോർ ബിലീഫ്സ് സിസ്റ്റത്തിന്റെ, അതുപോലെ ഹാബിറ്റ് ഫോർമേഷന്റെയും സെന്റർ ആയിട്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുൻപ് പറയാം, എന്താണ് ഈ കോർ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ? ബേസിക് ആയിട്ടുള്ള കോർ ബിലീഫ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ബിലീഫ് എന്നെ പറ്റിയുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും എനിക്കത് സാധിക്കും, എനിക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല,
ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ അങ്ങേറ്റം പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ, അതിനെ കോർ ബിലീഫ്സ് എന്ന് പറയാം. മറ്റൊന്ന്, നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ളതുണ്ടാകും. നമ്മളുടെ ഞാൻ എന്ന വ്യക്തി എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ആളുകളുമായിട്ട്, നമ്മുടെ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, മക്കള്, അങ്ങനെയുള്ളവരാകാം, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം തരത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മളുടെ ഈ ഇതുണ്ടാകും. എന്താണ്, അഭിപ്രായങ്ങൾ ഉണ്ടാകും, ബിലീഫ്സ് ഉണ്ടാകും. അത് ചിലപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ ബിലീവ്സ് അബൌട്ട് ദ ഹോൾ വേൾഡ്, ലോകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജനറലൈസേഷൻ, കാറ്റഗറൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലുള്ളതാണ്. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവോ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോർ ബിലീവ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവർ ആണ്. നമ്മളുടെ ഒട്ടനവധിയായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഇനി എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അതിന്റെ പ്രാധാന്യം എന്തിനാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇതിന് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, വൈ ഇറ്റ് മാറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ നമ്മുടെ പെരുമാറ്റ രീതികളെയും, നമ്മളുടെ സംസാരം കൊണ്ടാകും, അതുപോലെ തന്നെ നമ്മളുടെ ശാരീരിക ഭാഷ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധിയായിട്ടുള്ള നമ്മൾ അറിയാത്ത നമ്മളുടെ ഡ്രൈവ്സ് എന്ന് പറയാം, ഹിഡൻ ഡ്രൈവ്സ് ആയിട്ടുള്ളത് ട്രിഗേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളിൽ സംഭവിക്കുന്ന ഓട്ടോ പൈലറ്റ് മോഡിൽ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഊർജം അല്ലെങ്കിൽ ചാലക ശക്തി എന്ന് പറയുന്നത്, അത് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ പെരുമാറ്റങ്ങളുടെ എല്ലാം ഊർജം ഈ പ്രധാനമായിട്ടും വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അതുപോലെ അതോടൊപ്പം തന്നെ കുറെ നമ്മൾ ട്രെയിൻഡ് ആയി, നമ്മൾ ടൈംഡ് ആണ്, ഇങ്ങനെയുള്ള ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസും, അതുപോലെ തന്നെ ഇമോഷണൽ ട്രിഗേഴ്സ്, നമ്മൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ഇതെല്ലാം ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും, ഒന്നാമത് അത് സേവ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ അതിന്റെ എല്ലാം ഇതാണ്, പെട്ടെന്നുള്ളൊരു ട്രിഗർ നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നില്ലേ ഏതെങ്കിലും തരത്തില്, അപ്പൊ അതിന്റെ എല്ലാം സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇതാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ഹാബിറ്റോ ബിഹേവിയറോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകള്, നമുക്ക് എന്ത് മാറ്റമാണ് നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്നതെന്നാൽ ആ മാറ്റം വരുത്തുന്നതിന് ഇത് തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള അറിവ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മളുടെ കോഗ്നിറ്റീവ് ബയസസ്, ഇൻറ്റ്യൂഷൻ, ഇങ്ങനെയുള്ളതിനെയും ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ അതേക്കുറിച്ചുള്ള അറിവ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ബൂസ്റ്റ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സക്സസ് എന്ന് പറയുന്നത്, നമുക്ക് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ല ഹൈ മോട്ടിവേഷൻ വേണം. ഒരു അഗ്നി എന്ന് പറയാം, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അഗ്നി, അല്ലെങ്കിൽ അത് കെട്ടുപോയ ഒരു അഗ്നി എന്ന് പറയാം. അതായത് നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള, നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ആ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറവ്, ഇങ്ങനെയൊക്കെ ഉള്ളതും നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഈ സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അടുത്തത്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ എന്താണ് നമുക്ക് തരുന്ന ആ ഊർജം, അല്ലെങ്കിൽ ആ ചിന്തയെ നമ്മളെ ദ്യോതിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യപ്പെടുന്നത്. നല്ല ബന്ധങ്ങളും, അല്ലെങ്കിൽ ഒരു നല്ല ബന്ധം മോശമാകുന്നത്, അല്ലെങ്കിൽ കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ കോർ ബിലീവ്സ് സിസ്റ്റം ബന്ധങ്ങളെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പൊ അതെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ വഷളാക്കുന്നതിനും നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് കരുതാതെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നതിനും, നമ്മളുടെ ചിന്തയും നമ്മളുടെ ബന്ധങ്ങളും നമ്മളുടെ അതുപോലെയുള്ള നമ്മളുടെ പെരുമാറ്റ രീതികളെല്ലാം മെച്ചപ്പെട്ടാൽ നമുക്ക് എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള നമ്മളുടെ ആരോഗ്യത്തിന് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് സബ് കോൺഷ്യസിനെ കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും അനുദിന ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുപോലെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റിയും അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ കിട്ടണമെങ്കിൽ
ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള അറിവും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഏകദേശ രൂപവും നമ്മൾ അറിയുന്നത് നല്ലതാണ്. ഇനി സബ് കോൺഷ്യസ് മൈൻഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഡീപ്പൻസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സ്പിരിച്വൽ അവെയർനെസ്. ചില ആളുകൾ മൈൻഡ്ഫുൾ ആകാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് വരുന്നു. അതുപോലെ ദാറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് ആത്മീയതയുടെ പാതയിലേക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു 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 പാത നമുക്ക് നമുക്ക് തുടർന്ന് കൊണ്ടുപോകുന്നതിനും അതേക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് നമുക്ക് കിട്ടുന്നതിന് സബ് കോൺഷ്യസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ദി നേച്ചർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത്. എന്താണ് അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് ഒന്നും ഒരിക്കലും അതൊരു അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ആയിട്ടുള്ളതല്ല. നോൺ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ അല്ല. ഇത് ഓട്ടോമാറ്റിക് ആണ്. സിംപ്ലി റിയാക്ട്സ്. ഒന്ന് കേട്ടു, നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുക്കും എന്ന് പറയുന്നതാണ്. ചിന്തിക്കുന്നില്ല, നമ്മള് എല്ലാം വിശ്വസിക്കുകയാണ് അതുപോലെയാണെന്നുള്ളത്. ഇപ്പോ ഏതെങ്കിലും തരത്തില് എനിക്കിപ്പോ ഈ ദിവസങ്ങൾ ഒരാഴ്ചയായി ബോംബെയിൽ നിന്ന് എനിക്കൊരു ടെലിഫോൺ വരുന്നുണ്ട്. ഞാൻ എടുക്കും, അത് അവർ കട്ട് ചെയ്യും. അപ്പൊ അവർ വിചാരിക്കുന്നത് ഞാൻ തിരിച്ചു വിളിക്കുന്നതാണ്. അത് എനിക്കറിയാം എന്റെ പൈസ പോകുന്ന കേസാണെന്ന്. അതുപോലെ ഇവിടെ യൂറോപ്പിൽ ഇവിടെ ഒത്തിരി തട്ടിപ്പുണ്ട്. ഈ ചീറ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞ ടെലിഫോൺ വഴി, മറ്റതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ SMS വഴിയൊക്കെ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പം നോൺ അനലിറ്റിക്കൽ ആണ്. ഓക്കെ, നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നു, ഇനി അത് ആരായിരിക്കാം, എന്റെ ബന്ധുക്കളായിരിക്കുമോ അല്ലെങ്കിൽ ആര് ഫ്രണ്ട്സ് ആയിരിക്കും, ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൈസ പോകും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതേക്കുറിച്ച്. അപ്പൊ ഞാൻ എന്റെ അനലിറ്റിക്കൽ മൈൻഡ് ഞാൻ ഉപയോഗിക്കുന്നു, അല്ലെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഈ പണം തട്ടിപ്പുകൾ, എല്ലാ തട്ടിപ്പുകളും നടക്കുമ്പോഴേക്കും നമ്മൾ അനലിറ്റിക്കൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നില്ല. ഈ പറയുന്ന പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഓക്കെ, ദെൻ അടുത്തത് ഈ നമ്മളുടെ ഇമോഷൻസിന്റെ സീറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആ സ്റ്റോറേജ് ആണ്, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നതാണ്. ഡീപ് സീറ്റഡ് ഫീലിങ്സ്, നമ്മളുടെ അനുഭൂതികളുടെ ഇൻസ്റ്റിങ്സ് ആൻഡ് ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മളുടെ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഓക്കെ, ദെൻ അടുത്തത് മെമ്മറീസ് ആണ്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളെ കുറിച്ചും, നമ്മളുടെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ അനുഭവങ്ങളെയും സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അർക്കൈവ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് എപ്പോഴും നമുക്ക് അത് കുറച്ച് കാലം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും അത് ട്രിഗേഴ്സ് ആയിട്ട് മാറുന്നു, ചിലപ്പോൾ ഡ്രീംസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസ് ആയിട്ട് വരുന്നു. നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറുന്നതിന് അതിന്റെ ഒരു നേച്ചറാണ്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു നേച്ചറാണ്. ദെൻ അതുപോലെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക ഭാഷയുടെ റെസ്പോൺസ്. നമ്മളിപ്പോൾ ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോഴും നമുക്ക് മാറിപ്പോകും, അല്ലെ? അത് നെഗറ്റീവായ രീതിയിൽ പോകുന്നത്. അപ്പൊ ഫങ്ഷൻസ്, റെസ്പോൺസസ്, പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ്, റിഫ്ലക്സീവ് റിയാക്ഷൻസ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ ഫ്ലിഞ്ചിങ് ഇൻസ്റ്റിങ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ആ ബോഡി ലാംഗ്വേജ് മാറിപ്പോകുന്നത് ഇതിന്റെ എന്താണ്, നമ്മുടെ സബ് കോൺഷ്യസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ദെൻ ബിലീഫ്സ് ആൻഡ് പെർസെപ്ഷൻസ്. നമ്മുടെ വിശ്വാസങ്ങൾ, മതപരമായിട്ട് മാത്രമല്ല, നമ്മളുടെ എല്ലാ വിശ്വാസങ്ങളും, നമ്മളെ കുറിച്ച് ഞാൻ പറഞ്ഞ കോർ ബിലീഫ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ ആയ എക്സ്പീരിയൻസ്, ഇതേക്കുറിച്ച്, അതുപോലെ ലോകത്തെക്കുറിച്ച്, നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ചെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ദെൻ അടുത്തത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻറ്റ്യൂഷൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചു തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതം തോന്നുക, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് എന്താണ് ഒരു കാര്യം കാണും, ഓ ഇത് നല്ലതാണ്, ബ്യൂട്ടിഫുൾ, അല്ലെ? നമ്മൾ ചില പടങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൂ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ആഹാ എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മളുടെ ഗട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഗട്ട് ഫീലിങ്സ് പ്രധാനമായിട്ട് നമ്മുടെ വയറ്റിലാണ്. ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാം കാണുന്നു. അപ്പം ഒന്നുകിൽ നമ്മളുടെ ഗട്ട് ഫീലിങ്സ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആ റിയാക്ഷൻസിനെ ഇതിനെ അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്.
പിന്നെ ഇത് മുഴുവൻ സമയം ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതാണ് അടുത്ത നേച്ചർ എന്ന് പറയുന്നത്. അതായത് ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന സമയത്തും എപ്പോഴും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ബോഡിയിൽ. അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശാരീരിക ധർമ്മങ്ങൾ നിറവേറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് ഹൈലി സജസ്റ്റബിൾ ആണ്. അതാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്ന്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് തോട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ അഫർമേഷൻസ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം അതുപോലെ നമ്മുടെ കണ്ടീഷനിങ്, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എനിക്കിത് സാധിക്കും എന്ന് പല പ്രാവശ്യം പറഞ്ഞ്, അല്ലെങ്കിൽ ദിവസത്തെ പല പ്രാവശ്യം പറഞ്ഞ് പോസിറ്റീവ് അഫർമേഷൻസ് വഴിയാണെങ്കിലും അതെല്ലാം ആദ്യമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ നമ്മളിൽ കാതലായിട്ടുള്ള ഒരു മാറ്റം വരുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് ശേഷം, അതുപോലെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, അല്ലെങ്കിൽ ന്യൂ ഇയർ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ അത് മാറ്റം വരുത്തും എന്നൊക്കെ പറയുമ്പോഴേക്കും അത് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഇത് സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ഹാബിറ്റ്സ് ആൻഡ് റൊട്ടീൻസിനെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളുടെ പെരുമാറ്റ രീതികൾ ഇതെല്ലാം വരുമ്പോഴേക്കും നമ്മൾ അറിയുക. ഇതിനെ നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് നമ്മളുടെ ബ്രെയിനിനെ റീറൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ രീതികളെ മാറ്റണം എന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഇമോഷണൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ പെട്ടെന്നുള്ള നമ്മുടെ റിയാക്ഷൻസ് ആണോ അതോ റെസ്പോൺസ് ആണോ? റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ കോർ ബിലീഫ്സ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇൻറ്റ്യൂഷൻ, കൂടുതലായിട്ടുള്ള ആ ഡിസിഷൻ മേക്കിങ്ങിനും ഇൻറ്റ്യൂഷനും നമ്മളെ അത് മാറ്റം വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ഷേപ്പിംഗ് അവരുടെ ഓൾ ദീസ് തിങ്സ്. ഇത് മാത്രമല്ല, ഇനി ഞാൻ വരുന്നുണ്ട് ഡ്രീംസ് ആൻഡ് സിംബോളിസം. ഓക്കെ, നമ്മളുടെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് സബ് കോൺഷ്യസ് മൈൻഡ്. എങ്ങനെയാ സ്വാധീനിക്കുന്നത്? അത് വളരെ പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ സാധിച്ചില്ല, നമ്മളെക്കാൾ ശക്തനായ ഒരാളോട് ഇപ്പോ എനിക്ക് അവര് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻ ആണെന്ന് കരുതരുത്. പക്ഷെ എന്നാൽ തന്നെ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില പോലീസുകാരൊക്കെ വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ, അല്ലേ? അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയല്ല, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ ചിലപ്പോ ഒരുപക്ഷെ രാത്രിയിൽ അവൻട്ട് പോലീസുകാരനിട്ട് 2 കൊടുക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണാം. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സിംബോളിസം ഉണ്ടാകും. ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈവൻ നമ്മൾ അറിയാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, കാണാത്ത ആളുകളെ കുറിച്ചും നമുക്ക് ചില ആളുകൾക്കുണ്ടാകുന്ന സ്വപ്നങ്ങളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്താണ്, നമുക്കൊരിക്കലും അറിയാത്ത രീതിയിലുള്ള വഴികളിലൂടെ ഒക്കെ നമ്മുടെ സ്വപ്നം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും കാണിയല്ല. അപ്പൊ അതെല്ലാം ഇതുണ്ട്. പക്ഷെ അതിപ്പം ഫ്രോയിഡ് ഒക്കെ ആണെങ്കിൽ സ്വപ്നത്തെ കുറിച്ചൊക്കെ ഒത്തിരി അനലൈസ് ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതെല്ലാം ഈ സ്വാധീനിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നമ്മളുടെ ജീവിതത്തെ അട്ടിമറിക്കുന്ന ചില ലിമിറ്റിംഗ് ആൻഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഉണ്ടാകും. ഒന്ന്, ഞാൻ കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഇത് നമ്മളിൽ തന്നെയുള്ള ആത്മവിശ്വാസക്കുറവ്. ഇതൊരു പാറ്റേൺ ആയിട്ട് വരുന്നു, റിപ്പീറ്റഡ് ആയിട്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾക്ക് സെൽഫ് ഇമേജ് വളരെ മോശമാണെന്ന് കരുതുക. ഞാൻ കഴിവില്ലെന്ന് മാത്രമല്ല, ഞാൻ നല്ലൊരു മനുഷ്യനല്ല. അതെന്തുകൊണ്ടാണ്? അധ്യാപകർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേട്ടു. ഇത് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുകയും അതിനെ നമ്മൾ നെഞ്ചിലേറ്റുകയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിപ്പീറ്റഡ് ആക്കുകയും ചെയ്യുന്നു. ഞാൻ ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ
അങ്ങനെയാണ്, എനിക്ക് കഴിവില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഇത് കയറ്റി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ലിമിറ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഉണ്ടാകുന്നു. അത് നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളെ അട്ടിമറിക്കുന്നതിന് സഹായിക്കുന്നു. ദെൻ ഓൾ കണ്ടീഷൻഡ് ബിഹേവിയേഴ്സ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്തൊക്കെയുണ്ടോ എല്ലാം സബ് കോൺഷ്യസിന്റെ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ആ സബ് കോൺഷ്യസ് ആണ് നമ്മളെ അനുദിന ജീവിതത്തിൽ അത് ഷേപ്പ് ചെയ്യുന്നത്. ദെൻ ലിമിറ്റിംഗ് ആൻഡ് എംപവറിംഗ് സെൽഫ് പ്രോംസ്. ഓക്കെ, സെൽഫ് പ്രോംസ് അതായത് നമ്മളിൽ ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞതാണ്, അതായത് ഒന്നിൽ കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ലവനാണ്, സൂപ്പറാണ്, വലിയ സംഭവമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ നേരെ മറിച്ച് നമ്മളിൽ ഉണ്ടാകുന്നത് ലിമിറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപവറിംഗ് ആയിട്ടുള്ള സെൽഫ് പ്രോംസ് എപ്പോഴും അത് നമ്മൾ അറിയാതെ ഇങ്ങനെ എപ്പോഴും അത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ദെൻ അടുത്തത് നമ്മളുടെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇത് നമുക്കിതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളിൽ അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ ആ ഒപ്പീനിയൻ നമ്മളുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെയേറെ നമ്മളുടെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകും. അത് നമ്മളെ രോഗങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിലേക്ക് അത് പോകുന്നു. ദെൻ പെർസെപ്ഷൻ ഫിൽറ്റേഴ്സ്, അതായത് നമ്മളുടെ പെർസെപ്ഷൻ, നമ്മളുടെ നമ്മൾ പെർസീവ് ചെയ്യുന്ന അതേക്കുറിച്ചുള്ള ഒന്നുകിൽ നമ്മൾ പെസിമിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഇതങ്ങനെയാണ്, നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ ഒരു അഭിപ്രായം ഫോം ചെയ്യുന്നു ഒരു വ്യക്തിയെക്കുറിച്ചോ വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ കുറിച്ചോ. അങ്ങനെയുള്ളതെല്ലാം നമ്മൾ അത് ശരിയാകും അല്ലെങ്കിൽ ശരിയാകുകയില്ല, ഒരു ഗ്രൂപ്പിനെ നമ്മൾ അങ്ങനെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ഇതേക്കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷൻ ഫിൽറ്റേഴ്സ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സബ് കോൺഷ്യസ്. നമ്മളുടെ ഇന്റർസെക്ഷൻ, അതായത് നമ്മളുടെ മൈൻഡ്ഫുൾനെസ്സും നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ആ ബന്ധത്തെക്കാൾ കൂടുതൽ അത് എവിടെയാണ് അത് കൂട്ടിമുട്ടുന്നത്, അല്ലെങ്കിൽ അതിന് എന്തുമാത്രം സ്വാധീനമുണ്ട്. ഒന്ന്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുത്തുന്നതിന് നമുക്ക് സാധിക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 95% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ മനഃശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, അതായത് നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് 90% ഒരു ഐസ് ബർഗ്, നമ്മളുടെ അല്ലെങ്കിൽ ഐസ് ക്യൂബിൾ നമ്മൾ വെള്ളത്തിലിടുന്ന പോലെയാണ്. 90% വെള്ളത്തിനടിയിലും 10% മുകളിലുമായിരിക്കും. ദാറ്റ് മീൻസ് ഈ 10%ആണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു ഇന്റർഫേസ്, അല്ലെങ്കിൽ അത് കൂട്ടിമുട്ടുന്ന ഒന്നാണ് നമ്മുടെ അതാണ്. അപ്പൊ അതേസമയം നമുക്ക് ഇതിനെ കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ഈ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, ഇതിനെയെല്ലാം മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്, സ്വാധീനിക്കുന്നതിന് സാധിക്കും. ദെൻ അടുത്തത് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. നമ്മളിൽ ഉണ്ടാകുന്ന മൈൻഡ്ഫുൾ, അതായത് ഇപ്പം ഒരു കാര്യം നമ്മൾ കേൾക്കുന്നു, അതേക്കുറിച്ചുള്ള നമ്മുടെ ആ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മളുടെ റെസ്പോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ റിയാക്ഷൻ എന്നും പറയാം. ഇതിൽ എങ്ങനെയാണ് വരുന്നത്, നമുക്കൊരു ട്രിഗർ ഉണ്ടായി, ഒരു വൈകാരികമായിട്ടുള്ളതുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ സംസാരിച്ചു, അപ്പോൾ ഉടനെ നമുക്ക് പറയാം, ഓക്കെ, നമ്മൾ ഒന്നുകിൽ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസ് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് പെട്ടെന്നുള്ള പ്രതികരണം കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസ് ആയിട്ട് കൊടുക്കാം, അതായത് ചിന്തിച്ച് കുറച്ചുകൂടി വിവേകപൂർവ്വം നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇത് തമ്മിലുള്ള ആ പെരുമാറ്റ രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കും. അതാണ് മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് നമുക്ക് പെട്ടെന്ന്, ഓക്കെ, ഇത് വേണ്ട, ഇപ്പോൾ ഞാൻ ഈ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പല ആളുകൾ അത് അതിന് നമുക്കിപ്പം സാധാരണഗതിയിൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വിവേകം എന്ന് വേണം നമുക്ക് പറയാം, അല്ലെ, ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നു. ഈ ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാതെ അല്പം ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നതാണ്. നമുക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു നിമിഷത്തിന്റെ ആ ഒരു വിടവ്, അല്ലെ, ആ സ്പേസ് നമുക്ക് തരുന്നതിന് ഈ മൈൻഡ്ഫുൾനെസ്സും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ആ ഇന്ററാക്ഷൻ നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മളുടെ ഈ മൈൻഡ്ഫുൾനെസ് വഴി നമ്മുടെ സബ് കോൺഷ്യസും അതുപോലെ തന്നെ നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടുതൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളുടെ ഈ സബ് കോൺഷ്യസിനെ, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിനെ പോലും റീറൈറ്റ് ചെയ്യുന്നതിനുള്ള ആ പ്രോംപ്റ്റഡ് സ്ക്രിപ്റ്റ്, സാരമില്ല,
അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ എനിക്കത് പോസിറ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കും, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ ആ ലിമിറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ആ സെൽഫ് പ്രോംപ്റ്റ് മാറ്റി എഴുതുന്നതിന്, കൂടുതൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നതിന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ മൈൻഡ്ഫുൾനെസ്സും നമ്മളെ സഹായിക്കും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചുമക്കുന്ന നമ്മളുടെ ആ ഇമോഷണൽ ബാഗേജ് ഒന്ന് താഴെ ഇറക്കി വെക്കാനും കൂടുതൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആ സുഖം പ്രാപിക്കുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ഈ മൈൻഡ്ഫുൾനെസ്സും സബ് കോൺഷ്യസും തമ്മിലുള്ള ആ ഇന്റർസെക്ഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ ഇൻറ്റ്യൂഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാകുന്നതിന് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും കൂടുതൽ എന്താണ് വൈകാരികമായി പ്രതികരിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ഡിപ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്ന ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഉദാഹരണം, അല്ലെങ്കിൽ ആർക്കും എന്നെ വേണ്ട, മക്കൾക്ക് വേണ്ട, മകന് വേണ്ട, മകൾക്ക് വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാകില്ല, അതുപോലെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാകില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയി പോകുന്നത് കൊണ്ട്. അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ പുറത്തു വരുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. റീപ്രോഗ്രാമിംഗ് അവർ മൈൻഡ് ത്രൂ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നിങ്ങൾക്കറിയാം, അതായത് നമ്മളുടെ എല്ലാ ചിന്തകളും, നമ്മളുടെ ചിന്തയുടെ ഏറ്റവും ചുരുങ്ങിയ ഫീലിങ്സ് അല്ലെങ്കിൽ അതേക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുന്നുണ്ട് അടുത്ത് വരുന്ന ആഴ്ചകളിൽ. അപ്പൊ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ പോലും അതിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ മാറ്റുന്നതിന്, നമ്മളുടെ ബ്രെയിനിനെ പോലും നമുക്ക് റീറൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ റീവയറിംഗ് എന്ന് പറയുന്നത്, അതായത് റീവയർ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ സബ് കോൺഷ്യസിനെയും നമ്മളുടെ ബ്രെയിനിനെയും റീവയർ ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ശക്തി നൽകുന്ന രീതിയിൽ റീറൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് സാധിക്കും. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അതായത് നമ്മൾ കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തന്നെ നടത്തുന്നതിന് വേണ്ടി എന്നോട് പല ആളുകളും പലപ്പോഴും ഇങ്ങനെ ഈ ക്ലാസ്സിനൊക്കെ ശേഷം ചില ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി, മറ്റുള്ള ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പൊ അവർക്ക് പലപ്പോഴും അവർ പറയുന്നുണ്ട്, എനിക്കറിയാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ എൻ്റെ ഡെയിലി റൊട്ടീൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ഊർജം എനിക്ക് കിട്ടുന്നില്ല. എന്നോട് പലരും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് തന്നെ, ഈവൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്പിരിച്വൽ ലൈഫിന് പോലും ഇങ്ങനെയുള്ള ഇത് റിവൈവ് ചെയ്യുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മളുടെ ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന സബ് കോൺഷ്യസ് പാറ്റേൺസിനെ, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ ബിഹേവിയറിനെ, നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന വൈകാരികമായിട്ടുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകളെ, നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും, നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ വികാരങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളാണെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പോകും. അതിന് പകരം ആ റെക്കറിങ് ആയിട്ടുള്ള നമ്മളുടെ ഇതിനെ നമുക്ക് മനസ്സിലാക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ദെൻ നമുക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ടോടുകൂടി മറ്റുള്ള ഒരു ഇത് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ റീറൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് പോസ് ആൻഡ് ലേബൽ ദി തോട്ട്സ്. നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോഴേക്കും നമ്മൾ അറിയുമ്പോഴേക്കും നമുക്കതിനെ വേണമെങ്കിൽ പറയാം മൈൻഡ്ഫുൾ ബ്രേക്ക് എന്ന് നമുക്ക് പറയാം. 1 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള നമ്മളുടെ ഇത് വരുമ്പോഴേക്കും ബ്രീത്ത് ഇൻ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രീത്ത് ദെയർ. നമ്മളുടെ വളരെ വൈകാരികമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് വരുമ്പോഴേക്കും ബ്രീത്ത് ഇൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മുടെ ജോലി സമയത്ത് നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോഴേ, എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മളിപ്പം ജോലി എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു ഓഫീസിലോ മറ്റെവിടെയെങ്കിലും പോയി ചെയ്യുന്ന ജോലി മാത്രമല്ല, നമ്മളിപ്പം വീടുകളിലൊക്കെ ചെയ്യുന്നു, കൃഷിപ്പണികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സമയത്താണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ ഇതിന്റെ വളരെയേറെ അണപൊട്ടി ഒഴുകി വരുന്ന ചിന്തകൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ബ്രേക്ക് എടുക്കുക. അങ്ങനെ നമുക്ക് ഇത് കൂടുതലായിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്, നമ്മുടെ സബ് കോൺഷ്യസിനെ കൺട്രോൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊന്ന് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് റിപ്പീറ്റ് പോസിറ്റീവ് അഫർമേഷൻസ് സ്ലോലി ആൻഡ് മൈൻഡ്ഫുള്ളി.
ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നോ അത് നമ്മൾ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ ശീലിച്ചത് കൊണ്ട് അതിനെ തിരുത്തി എഴുതുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയം അല്ലെങ്കിൽ നിരാശ, ഇങ്ങനെയൊക്കെയുള്ള അതുപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ അവർക്ക് സാധിക്കില്ല. ഞാൻ എപ്പോഴും പരാജയമാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷ്വലൈസേഷൻ സാധിക്കാത്ത മനുഷ്യരാണ് ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും. ഞാനിപ്പോ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഡ്രൈവിങ്ങിൽ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പേടിയാണെന്ന് കരുതുക. പക്ഷെ ഞാൻ ശാന്തമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ പോകുന്നു. അതൊരു വിഷ്വലൈസേഷൻ, അതൊരു എംപവറിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ബന്ധങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലും, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അല്ല അതുപോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ അതേ പറയുള്ളൂ അല്ലെങ്കിൽ അവൾ അതേ പറയുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആയിട്ടുള്ള ആ ഒരു റിയാലിറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്ത ആളുകളാണ് ലോകത്ത് ഭൂരിപക്ഷവും ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മൈൻഡ്ഫുൾനെസ് വഴി ഒരു പോസിറ്റീവ് വിഷ്വലൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹൗ ഡിഡ് ഫീൽ ടു ബി കാം. നമുക്ക് എങ്ങനെയാണ് എന്നോട് ചീത്ത പറയുന്ന ഒരു അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ എന്നോട് തട്ടിക്കയറുന്ന ഒരു രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഞാൻ ശാന്തമായിട്ട് പ്രതികരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വിഷ്വലൈസേഷൻ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതിൽ നിന്ന് നമുക്ക് എനിക്ക് രോഗശാന്തി കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിനോടും നമ്മുടെ സബ് കോൺഷ്യസിനോടും പറയാനുള്ള, അല്ലെങ്കിൽ അതേ രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഓക്കെ, അടുത്തത് റീഫ്രെയിം നെഗറ്റീവ് തോട്ട്സ്. നമുക്കുണ്ടാകുന്ന ചിന്തകളെ നമ്മൾ അറിഞ്ഞിട്ട് അക്നോളജ് ചെയ്യുക. ഇറ്റ് ഈസ് ഓക്കെ, അത് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ചിന്തകൾ ഞാൻ പഠിച്ചെടുത്ത അല്ലെങ്കിൽ അക്വയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനെ എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റും. റീഫ്രെയിം ചെയ്യാൻ ഇപ്പൊ ഞാൻ ഇന്നത്തെ മെഡിറ്റേഷൻ അതിനെക്കുറിച്ചാണ്. ഹൗ ടു റീഫ്രെയിം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ എനിക്ക് കഴിവില്ല, അല്ലെ ഞാൻ പരാജയപ്പെടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ പരിശ്രമിക്കും, എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു ചീത്ത മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞു, എന്നാലും നമ്മള് വേണ്ടപ്പെട്ടവർ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മളുടെ ശിരസിൽ കയറ്റിയിരിക്കുകയാണ്. ഞാൻ ചീത്തയാണ്, എനിക്കൊരു വാല്യൂ ഇല്ല സിസ്റ്റം. പക്ഷെ നമുക്ക് അവിടെ ചെയ്യാവുന്നത്, അത് അവരുടെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. അല്ലെങ്കിൽ അത് അവരുടെ സബ്ജക്റ്റീവ് ഫീലിങ്സ് കൊണ്ട് അവർ പറയുന്നതാണ്, അവരുടെ വാല്യൂ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ അവരുടെ ആ മൊറാലിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് പറയാം. അത് ആ മൊറാലിറ്റിയിലാണ് നമ്മൾ ഈ ശരിയും തെറ്റും പാപവും പുണ്യവും ഇതൊക്കെ പറയുന്നത്, കൂടുതലായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അതിനെ സ്വീകരിക്കുക, അതുപോലെ തന്നെ റീഫ്രെയിം ചെയ്യുക. പ്രാക്ടീസ് കൂടുതലായിട്ട് നമുക്ക് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ വഴി നമുക്ക് നമ്മളെ തന്നെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ, അതുപോലെ തന്നെ നമ്മളോട് തന്നെ കരുണ കാണിക്കാൻ. പലപ്പോഴും ഇതിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട്, സെൽഫിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹീലിംഗ് ദി ഇന്നർ ചൈൽഡിനെ കുറിച്ചൊക്കെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിവേറ്റിരിക്കുന്ന നമ്മുടെ ആ സെൽഫിനെ കൂടുതലായിട്ട് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, എസ്പെഷ്യലി ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ സ്റ്റേ കൺസിസ്റ്റന്റ്, പേഷ്യന്റ് ആൻഡ് ക്യൂരിയസ്. കൂടുതലായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തുക. മറ്റൊന്ന്, നമുക്കുണ്ടാകുന്ന ചെറിയ സക്സസ്സിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ ഉള്ളിൽ. ഇന്ററപ്റ്റ് ഓട്ടോ പൈലറ്റ് റിയാക്ഷൻസ്, അതിൻ്റെതാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് സ്റ്റോപ്പ് മൂവിങ്, അതായത് നമ്മൾ ആ ചിന്ത വരുന്നു, ആ ചിന്തയുടെ ഒപ്പം നമ്മൾ പോകാതിരിക്കുക. ടേക്ക് എ ബ്രത്ത് വേർ യു ആർ. ഓക്കെ, നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഒരു ബ്രത്തിലേക്ക് പോകുക. ഒബ്സർവ് ബോഡിലി സെൻസേഷൻസ് ആൻഡ് പ്രൊസീഡ് വിത്ത് ഇന്റൻഷൻ. ഓക്കെ, പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഇന്റൻഷനോടുകൂടി, ഒരു അഫർമേഷനോടുകൂടി നമ്മൾ പോവുക. അങ്ങനെയുള്ള ആ ഒരു ടെക്നിക്ക് മൈൻഡ്ഫുൾനെസ്സിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിനടുത്തത് ബോഡി അവയർനെസ് ആണ്. നമ്മുടെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ നമുക്ക് വളരെ മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ എവിടെയാണ് നമ്മളുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്
ഉണ്ടാകുന്ന വികാരങ്ങൾ, പ്രത്യേകിച്ച് നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുന്നു, അത് തിരുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ അത് പെട്ടെന്ന് ഒരു തലവേദന ആയിരിക്കാം, ഗട്ട് ഫീലിങ്സ് ആയിരിക്കാം, ശ്വാസം മുട്ടലായിരിക്കാം, ഹൃദയമിടിപ്പിന്റെ കൂടുതലായിരിക്കും, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രീത്ത് ഇൻ ടു ദി റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് വാട്ട് ഇമോഷൻ ഈസ് ഹിയർ നൗ, എന്താണെന്നുള്ളതിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്രീത്ത് ഇൻ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനെ തിരിച്ചറിയുക, അവിടെ നിന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. കൾട്ടിവേറ്റ് ന്യൂട്രൽ വിറ്റ്നസിങ്. ഒരു മേഘം കടന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ഒരു ഇതുപോലെ, അല്ലെങ്കിൽ ആകാശത്തൂടെ പോകുന്ന മേഘങ്ങളെ പോലെ നമ്മൾ കാണുക, അതായത് ഒരു വിറ്റ്നസ് ആകുക, നമ്മൾ ഒരു സാക്ഷി ആയിക്കൊണ്ട് നമ്മൾ അതിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് പ്രത്യേകിച്ച് നമ്മളെ സഹായിക്കും. അതുവഴി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് സബ് കോൺഷ്യസിൽ നിന്ന് വരുന്ന അതിന്റെ ഒരു ഭാഗമാകാതെ നമുക്ക് പോകാൻ പറ്റും. അടുത്തത് നമുക്ക് ക്ഷമ വേണമെന്നുള്ളതാണ്. കാരണം ചെറുപ്പം മുതലേ, നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ള, ലേൺഡ് ആയിട്ടുള്ളതാണ്. അതിനെ അൺലേൺ ചെയ്യുകയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു 2 വേയിലുള്ള ഒരു ആക്ഷൻ ആണ്. അതായത് വൺ ഈസ് ലേണിംഗ് ആൻഡ് ദി അതർ ഈസ് അൺലേണിംഗ്. ഇപ്പൊ നമ്മൾ ഭയം, എല്ലാത്തിനോടും ഭയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനോടുള്ള ഭയം, ഇപ്പം മൃഗങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ ഫോബിയാസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലേൺ ചെയ്തതാണ്. അത് വർഷങ്ങളോളം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അതിനെ റീവയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ത് റെപ്പറ്റീഷൻ, അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് അൺലേണിംഗ്, ആ ഒരു പ്രോസസ്സിന് വേണ്ടിയുള്ള ക്ഷമ വേണം. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും ബാക്കി അത് ഒന്നുകിൽ അത് പെട്ടെന്ന് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നിലേക്ക് പോകും. ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മളൊരു കിണർ കുഴിക്കുന്നെങ്കിൽ 5 or 10 മീറ്റർ കുഴിക്കണം. 5 മീറ്റർ കുഴിച്ചു കഴിയുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയണം, എടാ ഇവിടെ വെള്ളം കിട്ടിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് വേറെ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോയി കിണർ കുഴിക്കും. അപ്പം ഇങ്ങനെ മാറ്റി മാറ്റി കുഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ക്ഷമ വേണം. ഓക്കെ, കഴിഞ്ഞു. ഇനി പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു അറിയിപ്പാണ്. നിങ്ങൾ പലരും വാങ്ങിച്ചു കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ധൃതമന്ത്രണങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം 2023 ഞാൻ പ്രസിദ്ധീകരിച്ചു. അതുപോലെ ഈ കഴിഞ്ഞ മാസം മാർച്ച് 8-ാം തീയതി ഇവിടെ വെച്ച് ഞാൻ ഒരു ആന്തരിക മൗനം, നമ്മുടെ അസ്തിത്വ സാരാംശം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. 2 പുസ്തകത്തിനും കൂടെ 450 ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഇവിടെ ഈ കാണുന്ന ഇതിൽ നിങ്ങൾ ഗൂഗിൾ പേ നടത്തിയാൽ അതിന് ഇത് കിട്ടും. ഈ പുസ്തകം അയച്ചു തരും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അയക്കാം. പൈസ എടുത്ത് വാങ്ങിക്കാവുന്നതാണ്. എനിവേ, ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക് പോകാം. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീവയറിംഗ് മൈൻഡ്ഫുൾനെസ്സിലൂടെ, നമുക്കറിയാം മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ ഈ നിമിഷത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ നിമിഷത്തെക്കുറിച്ചുള്ള ആ ഒരു അവയർനെസ്, സാർ പറഞ്ഞതുപോലെ ഒരു ഹിഡൻ അവയർനെസ്, ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് പാർട്ട്. അതിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ ഒരു പ്രസന്റ് അവയർനെസ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് അനേകം ടെക്നിക്കുകളാണ് സാർ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിനോടൊപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള ഹിഡൻ അവയർനെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ കൂടെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ചോദിക്കാം. എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ചോദിക്കാം, അല്ലേ സാർ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. മെഡിറ്റേഷൻ കഴിഞ്ഞ് ചോദിക്കാം, അപ്പൊ ആ ഫ്ലോ അങ്ങ് പോകാതെ. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാനിതൊന്ന് ഷെയർ ചെയ്തോട്ടെ. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ, സാറേ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പ്ലീസ്. ഓക്കെ, സോ വി സ്റ്റാർട്ട് നൗ.
നമ്മളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകള് അല്ലെങ്കിൽ വികാരങ്ങൾ ഇവയെല്ലാം തിരിച്ചറിയുന്നതിനും മാറ്റുന്നതിനുമുള്ള ഒരു മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ധ്യാനത്തിലുള്ള ഒരുക്കങ്ങൾ നടത്താം. ശാന്തമായ ഒരിടത്ത് സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. അടുത്ത 20 മിനിറ്റ് മാറ്റങ്ങൾ, ശാരീരികമായ അനക്കങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇരിപ്പ് നിങ്ങളിപ്പോൾ സ്വീകരിക്കുക. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ധ്യാനത്തിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് കരുതുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ഇനി കണ്ണുകൾ തുറന്നു വയ്ക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ വളരെ മൃദുവായ രീതിയിൽ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ നോക്കുക. ശാരീരികവും മാനസികവുമായ കൂടുതൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായി ആഴത്തിലുള്ള 3 ശ്വാസോച്ഛ്വാസങ്ങൾ എടുക്കാം. ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ വളരെ ആഴത്തിൽ സാവധാനം സൗമ്യമായി ശ്വസിക്കുക, ശ്വാസമെടുക്കുക. അതിനുശേഷം സാവധാനം നിശ്വസിക്കുക. ഇപ്രകാരം 3 പ്രാവശ്യം ചെയ്യുക. ഇനി സാവധാനം നമ്മളുടെ സ്വാഭാവികമായ ശാന്തമായ ശ്വാസനിശ്വാസത്തിലേക്ക്, ആ അവബോധത്തിലേക്ക് നമുക്ക് തിരികെ വരാം. 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങൾ എത്ര സെക്കൻഡ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുവാൻ സമയമെടുത്തു, അത്രയും സമയം നിശ്വസിക്കുവാനും സമയമെടുക്കുക. അപ്രകാരം ഒരു ശ്വാസ താളം സൃഷ്ടിക്കുക. അടുത്ത നമ്മൾ ഈ ധ്യാന സമയം മുഴുവനും അങ്ങനെയുള്ള ഒരു ശ്വാസ പരിശീലനം നടത്തുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അല്പം ദീർഘമായി ശ്വസിക്കുക, അതുപോലെ നിശ്വസിക്കുക. നിങ്ങളുടെ പൂർണ്ണമായ അവബോധം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസത്തിന്റെ മൃദുലമായ താളം ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുക. ഇപ്രകാരമുള്ള ആ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാൻ, അവബോധമുള്ളവരാകുവാൻ, അല്ലെങ്കിൽ അതിൽ തന്നെ നങ്കൂരമിടുവാൻ ശ്രമിക്കുക.
ഓരോ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഈ നിമിഷത്തിന്റെ സമ്പൂർണമായ സാന്നിധ്യത്തിലേക്കുള്ള ഒരു ക്ഷണമാണെന്ന് കരുതുക. ശ്രദ്ധയോടുകൂടി സാവധാനം സൗമ്യമായി ശ്വസിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. ഒരു നിമിഷം നമ്മുടെ ശാരീരികമായ അവബോധത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിരിമുറുക്കങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഒന്നും തിരുത്തുവാൻ വേണ്ടി ശ്രമിക്കരുത്. ശ്രദ്ധ മാത്രം കൊടുക്കുക. വീണ്ടും നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് മടങ്ങി വരാം. അടുത്തതായി നമുക്ക് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കാം. നിങ്ങളുടെ മനസ്സിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, അനുഭൂതികൾ, വികാരങ്ങൾ ഏതെല്ലാമാണ്? അങ്ങനെ എന്തെങ്കിലും കടന്നു വരുവാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കേണ്ടതില്ല. ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കുക. ഒരിക്കലും അവയെ പിന്തുടരുകയോ തള്ളിക്കളയുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ മാനസിക വ്യാപാരങ്ങളെയും നിരീക്ഷിക്കുക. അകലെ നിന്ന് യാതൊരുവിധ താല്പര്യങ്ങളോ ശ്രദ്ധയോ ഇല്ലാതെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനെ പോലെ അല്ലെങ്കിൽ ഒരു നിരീക്ഷകയെ പോലെ നമ്മളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവബോധമുള്ളവരാവുക. സന്തോഷമുള്ള ചിന്തകളാണ് വരുന്നതെങ്കിൽ അവയെയും നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ധ്യാന സമയം അവയെ സ്വീകരിക്കാനും അതിൽ ആഴ്ന്നു പോകാനുമുള്ള സമയമല്ല. സാക്ഷിയാവുക. നിഷേധാത്മകമായ ചിന്തകളാണ് ഉണ്ടാകുന്നതെങ്കിൽ സൗമ്യമായി അവയെ നിരീക്ഷിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗമാണ്. നിങ്ങളുടെ ശരീരത്തിലെ കണ്ണോ കയ്യോ കാലോ ഹൃദയമോ പോലെ നിങ്ങളുടെ മനസ്സിലൂടെ എടുക്കുന്ന ഏതൊരു ചിന്തയും നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതുക. അവയെ അംഗീകരിക്കുക. കാരുണ്യത്തോടെ നിരീക്ഷിക്കുക.
തള്ളിക്കളയുവാനോ വിമർശിക്കുവാനോ നിഷേധിക്കുവാനോ ശ്രമിക്കരുത്. അടുത്തതായി നമ്മൾ ചിന്തയെ അംഗീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ വേദനയുളവാക്കുന്ന നിഷേധാത്മക ചിന്തകൾ കാണുമ്പോൾ താൽക്കാലികമായി അവയെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിശബ്ദമായി അതിനൊരു പേര് നൽകുക. അതൊരു പക്ഷേ ഭയമായിരിക്കാം, വെറുപ്പായിരിക്കാം, ഉത്കണ്ഠയായിരിക്കാം, കോപമായിരിക്കാം, അസൂയയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അതിന് പേര് നൽകുക. പേര് നൽകുന്നതിനോടൊപ്പം ആ നിമിഷത്തിൽ, ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു ശ്വാസം എടുക്കുക. ആ ശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയുമ്പോൾ നമ്മൾ അതിനെ, ആ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ നമ്മുടെ ചിന്തയെ നാം അവിടെ ഉപേക്ഷിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ ചിന്ത വീണ്ടും, അല്ലെങ്കിൽ മറ്റൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം. അതിനെയും പേര് ചൊല്ലി വിളിക്കുക. സൗമ്യമായി നിരീക്ഷിക്കുക. വിധിക്കരുത്. നിഷേധാത്മക ചിന്തകൾ ഒരിക്കലും തെറ്റാണെന്നുള്ള സ്വയം വിമർശനത്തിനോ വിധിക്കലിനോ തയ്യാറാകരുത്. ചിന്തകളുമായി വാദിക്കുകയോ അവയെ വിശ്വസിക്കുകയോ പോരാടുകയോ ചെയ്യരുത്. നിശബ്ദമായി വൈകാരികമായ യാതൊരു താല്പര്യങ്ങളുമില്ലാതെ നിരീക്ഷിക്കുക. അടുത്തതായി നമ്മളുടെ നിഷേധാത്മക ചിന്തകളെ പുനഃക്രമീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ്. നമ്മളിൽ തന്നെ വിശ്വാസക്കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ വേണ്ടത്ര നല്ലവനല്ല അല്ലെങ്കിൽ നല്ലവളല്ല എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ, നമുക്കിങ്ങനെ അതിനെ പുനർനിർമ്മിക്കാം. എനിക്ക് കഴിയുന്നത്ര ഞാൻ ചെയ്യുന്നു. എൻ്റെ വളർച്ചയ്ക്ക് സമയമെടുക്കും.
അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമെന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ഭയമോ ആണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പുനർക്രമീകരിക്കാം. ജീവിതം ഒരു വെല്ലുവിളിയാണ്, പക്ഷെ ഞാൻ അതിലൂടെ പഠിക്കാൻ തയ്യാറാണ്. വീണ്ടും നിങ്ങളുടെ സ്വാഭാവികമായ ശാന്തമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരിക. ചിന്തകളെ നിരീക്ഷിക്കുക. ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവയെയും നിരീക്ഷിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ നങ്കൂരമിടുക. നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. ധ്യാനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്ന് നിങ്ങൾ പുനർനിർമ്മിച്ച നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകളെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്ന രീതിയിൽ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുക. വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നിങ്ങളോട് തന്നെ നന്ദി പറയുക. നിങ്ങളെ അഭിനന്ദിക്കുക. സ്വയം ഒരു ആശ്ലേഷണം കൊടുക്കുക. സാവധാനം നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ശാരീരികമായ അവബോധം വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന ആ മുറിയെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചുമുള്ള ബോധം വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈയിലെയും കാലിലെയും വിരലുകൾ സാവധാനം ഒന്ന് ചലിപ്പിക്കുക. ധ്യാനം അവസാനിച്ചു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അതിൻ്റെ റീപ്രോഗ്രാമിംഗ് റീവയറിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു മീഡിയത്തിലൂടെ ആ ഹിഡൻ അവയർനെസ്സിനെ എങ്ങനെ നമുക്ക് കൂടുതൽ ഉണർത്താം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിബഡി എൽസ്? ഷിലമ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. അഡ്മിറ്റ് ചെയ്തു ചെയ്യാൻ പറ്റുന്നില്ല. സാറേ, 2 ആഴ്ച സാറിന് സമാധാനം ഉണ്ടായിരുന്നു. സാറേ, ഇതില് ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ സാറ് ഒരു കാര്യം പറഞ്ഞേ, പെരുമാറ്റങ്ങൾ മാറ്റണം. കാരണം മുൻപുള്ള
ആ പെരുമാറ്റങ്ങളുടെ ഊർജത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അത് എന്താണ് സാർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഊർജത്തിന്റെ അളവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ അത്രയും രൂഢമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് ഊർജം കൂടുതലാണ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്ത ചില കാര്യങ്ങളുണ്ട്. അല്ല, നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ആ ഊർജം അത് കൂടിക്കൂടി വരികയുള്ളൂ. കാരണം ഇത് റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അക്രമവാസനകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഊർജം എന്ന് പറയുന്നത് കൂടിക്കൂടി വരാനാണ് മിക്കവാറും സാധ്യതയുള്ളത്. കാരണം നമ്മൾ അത് അറിയുന്നില്ലല്ലോ, ആ ഊർജത്തെ പറ്റി നമ്മൾ അറിയുന്നില്ലല്ലോ. കാരണം ആ ചിന്ത വഴി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, അതുപോലെ കൂടുതൽ ആഴത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ മറ്റൊന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റിയല്ല. നമ്മുടെ പെരുമാറ്റങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ അത് ഏതെങ്കിലും തരത്തിലുള്ളതാകാം. ഉദാഹരണമായിട്ട് നമ്മളുടെ ചിന്തകൾ വഴിയുള്ള അതിനെ മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോ ഏതെങ്കിലും ഒരു പെട്ടെന്ന് കോപിക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരിക്കും മാറ്റണമെന്ന്. പക്ഷെ അതിന്റെ എന്താണ് അതിന്റെ കാരണം എന്താണെന്ന് അവർ അറിയുന്നില്ല. അല്ലെങ്കിൽ അതിനെ കുറെ കൂടി സംയമനത്തോടു കൂടി പെരുമാറാൻ സാധിക്കുന്നില്ല. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ അവിടെയാണ് നമ്മളുടെ ഒന്ന് മൈൻഡ്ഫുൾനെസ് നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ അറിയുക. ഇങ്ങനെയല്ലേ നമ്മള് ഇപ്പൊ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടില് ടാങ്കിൽ വെള്ളം പെട്ടെന്ന് തീർന്നു പോവുകയാണെന്ന് കരുതുക. ടാങ്കിൽ വെള്ളം പെട്ടെന്ന് തീർന്നു പോകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ടാങ്കിൽ ലീക്ക് ഉണ്ടോ എന്നതായിരിക്കും ആദ്യമേ ചിന്തിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങളൊന്ന് പരീക്ഷിക്കുക. ഇല്ല, ടാങ്കിന് കേടൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് നോക്കാവുന്ന എന്താണ്? നമ്മളുടെ വീടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലുമുള്ള ടാപ്പുകളിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പെരുമാറ്റങ്ങളിലും നമ്മളുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉള്ളത്. എവിടെയാണ് എന്താണെന്നുള്ളത് പിടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ആ വികാരങ്ങള് അതുപോലെ അതിനോടനുസരിച്ച് നമ്മളുടെ മാനസികവും അതുപോലെ ശാരീരികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ബോഡി ലാംഗ്വേജ് ആകാം, അതല്ലെങ്കിൽ നമ്മളുടെ സംസാരങ്ങളാകാം. ഇങ്ങനെയൊക്കെയുള്ള വരുന്നതിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഊർജം എന്ന് പറയുന്നത് ആ സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു സാവകാശവും അതറിയാനുള്ള ആ ഒരു മാർഗവുമാണ് മൈൻഡ്ഫുൾനെസ്. അതാണ് ഞാൻ ആരംഭത്തിൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോ അതിന് സാർ പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വഴി നമുക്കത് സാധ്യമാകും. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ. രാജ് സാർ. Visualization is the language of the subconscious mind. And visualize ചെയ്ത് ഉദാഹരണത്തിന് എക്സാമ്പിൾ സ്റ്റേജ് ഫിയർ മാറ്റാനായിട്ട് പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളതാണ്. അതായത് എവിടെയെങ്കിലും പ്രസംഗിക്കാനായിട്ട് അസൈൻമെന്റ് കിട്ടുമ്പോൾ അതിന്റെ തലേദിവസമെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അവിടെ ഹോളൊക്കെ വിഷ്വലൈസ് ചെയ്യുക, അവിടെയുള്ള ഓഡിയൻസിനെ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ ആ സ്റ്റേജിലേക്ക് നടന്നു പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നീട് സ്റ്റേജിൽ കയറി കോൺഫിഡൻ്റ് ആയിട്ട് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ലെക്ചറിൽ അല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ നിൽക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നീട് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഡ്രസ് ചെയ്യുക. ആദ്യം അതിൻ്റെ ഓപ്പണിങ്, പിന്നെ ബോഡി ഓപ്പണിങ്, നല്ല വാക്കുകളോടുകൂടി ഓപ്പണിങ് പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതിനുള്ള വാക്കുകളൊക്കെ എല്ലാ പോയിന്റ്സും വളരെ ക്ലിയർ ആയിട്ട് പറയുക. അവസാനം കൺക്ലൂഷൻ അതും വളരെ വ്യക്തമായിട്ട് പറയുക. അതായത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ വളരെ ഹാച്ചിങ് ആയിട്ടുള്ള കൺക്ലൂഷൻ പറയുക. അതിനുശേഷം ഓഡിയൻസ് എല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ 2-3 പ്രാവശ്യം വിഷ്വലൈസ് ചെയ്ത് പോയാൽ വലിയ മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രസംഗ സഭാകമ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എന്നുള്ളതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ
എന്റെ പ്രസംഗം കുളമായി പോകും എന്ന് ചിന്തിച്ചു പോവുകയാണെങ്കിൽ കുളമായി തന്നെ. അതുകൊണ്ട് ഈ പറയുന്ന അസർട്ടീവ്നെസ്, സെൽഫ് ടോക്കും അതുപോലെ തന്നെ വിഷ്വലൈസേഷനും വളരെയധികം നല്ല കോൺഷ്യസ് മൈൻഡ് ലാംഗ്വേജ് അതാണ്. കോൺഷ്യസ് മൈൻഡ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല സാർ പറഞ്ഞു. അതായത് അതിന് ചിന്തിക്കാൻ ഉള്ള കഴിവില്ല. അപ്പം നമ്മൾ എന്ത് പറയുന്നോ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും, ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അസർഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നാകും എന്നുള്ള ചിന്ത, ഇന്ന രീതിയിൽ നന്നാകും എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അന്നത്തെ പ്രസംഗം അല്ലെങ്കിൽ അന്നത്തെ പ്രഭാഷണം നന്നാക്കാൻ സാധിക്കും. അത് ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് സാറ് പറഞ്ഞ ഇതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ പറഞ്ഞു. ഇത് സാർ ഒരു പ്രത്യേക ഒരു സന്ദർഭത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് നമ്മുടെ കുറെ കൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അനുഭവവേദ്യമാക്കാമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ പെരുമാറ്റങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ, അതുപോലെ നമ്മളുടെ ഇടപെടലുകളിൽ എല്ലാം നമുക്ക് ഈ വിഷ്വലൈസേഷൻ നമ്മളെ ഒത്തിരി സഹായിക്കും. ഇപ്പോൾ നമ്മുടെ ഭയം മാറ്റിയെടുക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ഒക്കെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഈ വിഷ്വലൈസേഷൻ വളരെ സഹായിക്കും. ഒപ്പം മൈൻഡ്ഫുൾനെസ് കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ഇരട്ടി ആയിട്ടുള്ള എഫക്റ്റ് അതിനുണ്ടാകും. ഓക്കെ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മൈൻഡില് ഒരു ബ്രെയിനില് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ക്രിയേറ്റ് റീവയറിങ് നടക്കണമെങ്കിൽ എത്ര കാലം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊടുക്കണം? ചോദ്യം കഴിഞ്ഞോ സർ? ഓക്കെ. ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് ആൻഡ് അൺലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക്, ഇപ്പൊ ഒരു ജലദോഷം പനിയൊക്കെ വന്ന് മരുന്ന് കഴിക്കുകയാണെന്നെങ്കിൽ എത്ര ദിവസം കൊണ്ട് പെട്ടെന്ന് അത് നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലരെ സംബന്ധിച്ച് അത് 1-2 ദിവസം കൊണ്ടാകാം. അതല്ലെങ്കിൽ അത് ചിലപ്പം വീണ്ടും അത് ചിലപ്പോൾ ഒരാഴ്ച എടുത്തുനിന്ന് വരും. ഇതുപോലെ നമ്മൾക്ക് ഓരോ വ്യക്തിയും യുണീക്ക് ആയിട്ടുള്ള മെന്റൽ, അതുപോലെ തന്നെ ഇമോഷണൽ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ യുണീക്ക്നെസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര കാലം അവരെ സംബന്ധിച്ച് അവരിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ റിക്കവറി എന്ന് പറയുന്നത്, അൺലേണിംഗ് ആൻഡ് ലേണിങ്ങിന്റെ അതുപോലുള്ള ആ റിക്കവറി എന്ന് പറയുന്നതും ഡിപ്പെൻസ്. അതുകൊണ്ട് നമുക്കിപ്പം ഇത്ര കാലം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചില ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിക്കവറി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് എനിക്കുണ്ടാകുന്നില്ല. ചില ആളുകൾ അത് വിട്ടിട്ട് പോകാനുള്ള ഒരു കാരണം അതാ. എനിക്കത് ഞാനും വേറൊരാളും കൂടി ഒരുമിച്ചാണ് മൈൻഡ്ഫുൾനെസ്സിന് പോയത്. പക്ഷെ ആ പുള്ളിക്കാരനിൽ എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കണ്ടു. പക്ഷെ എനിക്കുണ്ടാകുന്നില്ല. എന്നാൽ ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടാനും സാധിക്കും. അതുകൊണ്ട് ഇത്ര കാലമെന്നൊന്നും ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്. നമ്മളുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള, പ്രത്യേകിച്ച് മാനസികവും വൈകാരികവുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു നമ്മുടെ ആ സിറ്റുവേഷനെ അനുസരിച്ചായിരിക്കും ആ റിക്കവറിയുടെ ടൈം എടുക്കുന്നത്. പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മൾ എന്തുമാത്രം കൺസിസ്റ്റന്റ് ആണ്, നമ്മൾ എന്തുമാത്രം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അതെല്ലാം ഇത് അതിനകത്ത് തന്നെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് സമയപരിധി പറയാൻ സാധിക്കില്ല. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സാറേ, എത്രയും പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കാൻ സാധിക്കുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്കൊരു റീപ്രോഗ്രാമിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്നല്ലേ പറയേണ്ടത്, അല്ലേ? അതെ അതെ. പക്ഷെ അതിന്റെ ആ റിസൾട്ട് വരുന്നത് ഇന്ന സമയം കൊണ്ട് ഇത്ര ഇതുകൊണ്ട് നടക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റിയല്ല. കാരണം ആ ആളെടുക്കുന്ന എഫേർട്ടിനെ ആശ്രയിച്ചിരിക്കും, അയാളുടെ ഈ മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ആ അയാളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആശ്രയിച്ചിരിക്കും. അനേക ഘടകങ്ങളുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ പെട്ടെന്ന് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും
പെട്ടെന്ന് പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് അത് റീവയർ ചെയ്യാൻ പറ്റും. അവരുടെ താല്പര്യവും പാഷനും അവരുടെ ആവശ്യവും എല്ലാം അതാണ്. പക്ഷെ നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയുടെ വ്യത്യാസമുണ്ട്, ആഗ്രഹത്തിന്റെ വ്യത്യാസമുണ്ട്, പാഷൻ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി സ്വല്പം സ്ലോ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ തീവ്രമായി ആഗ്രഹിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു റീവയറിംഗ് പോസിബിൾ ആണ്. സാറ് പറഞ്ഞത് പിന്നെ സാറേ നാച്ചർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നോൺ അനലിറ്റിക്കൽ ആൻഡ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു. നോൺ അനലിറ്റിക്കൽ ആൻഡ് ഓട്ടോമാറ്റിക് സിംപ്ലി റിയാക്ട്സ് എന്നാ സാർ പറഞ്ഞത്. അതൊന്നു പറയാമോ സാർ? അത് അതായത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻപുട്ട് വരുന്നുണ്ട് എന്ന് കരുതുക. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കേൾക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയമാകാം, മതപരമാകാം, ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോഴേക്കും അതങ്ങനെയാണ്, അത് ശരിയാണ് എന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കും. അതേസമയം നമ്മുടെ അവിടെ അനലൈസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം ഒരു പക്ഷേ ഒരു നല്ല ഉദാഹരണമായിരിക്കാം, നിങ്ങൾക്കൊരു ഒരു ചായ്വുണ്ട് രാഷ്ട്രീയമായിട്ട്. ഓക്കെ, അത് ഇടതോ വലതോ നേരെ പോകുന്നതോ എന്തെങ്കിലും ആയിട്ടോ പുറകോട്ട് പോകുന്നതൊക്കെ ആയിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ആ കേൾക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത്, അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ബയസ്ഡ് കൊഗ്നീറ്റീവ് ആയിട്ടുള്ള ബയസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രിജുഡീസസ് ഒക്കെ വെച്ചായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല ആ കേട്ട കാര്യം ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച്. സിംപ്ലി ഇറ്റ് ഈസ് ദെയർ. ഒന്നുകിൽ എന്റെ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ മത നേതാവ് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആയിരിക്കും. ബിക്കോസ് വി സിംപ്ലി അക്സെപ്റ്റ് ഇറ്റ്. അനലൈസ് ചെയ്യുന്നില്ല. ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അനാലിസിസ് നടത്താതെയാണ് നമ്മൾ വി സിംപ്ലി അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് സംബഡി സെഡ് ഇറ്റ്. ബിക്കോസ് ഈ എന്താണ് ചിലർ പറയാറില്ല, എന്റെ സാർ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു, അല്ലെ എന്റെ ഫാദർ പറഞ്ഞു, അല്ലെ എന്റെ മദർ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നു. സോ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല പറഞ്ഞത് ശരിയാണോ. അങ്ങനെയാണ് നമ്മളുടെ വിശ്വാസം. ഞാൻ പറഞ്ഞ മതപരമായ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ കേൾക്കുന്ന അനുദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റും എല്ലാം ഇതുപോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ബയസ്ഡ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ലോകത്തെല്ലായിടത്തും ഉള്ളത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പാശ്ചാത്യ രാജ്യങ്ങളിൽ പറയും കറുത്ത വർഗക്കാർ എന്താണ് ഈ ഡ്രഗ്സ് ട്രാഫിക്കേഴ്സ് ആണെന്ന്. മനസ്സിലായോ? പക്ഷെ അതിനകത്ത് അതൊരു ബയസ്ഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ സബ് കോൺഷ്യസിലും അൺകോൺഷ്യസിലും ഒക്കെ കൊണ്ടു നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ചിലർ ഉണ്ടാകാം. അല്ലെങ്കിൽ ഓരോ വിധത്തിലും ഓരോന്നും നമ്മൾ എടുക്കുന്നത്, നമ്മൾ കേൾക്കുന്നു, അതിനെ നമ്മൾ കൂടുതൽ ആ ഒരു പ്രവണത നമ്മളിൽ കൂടുതലാണ്. എന്താണ് അത് കാരണം എന്താ വെച്ചാൽ അത് വിശ്വസിക്കാൻ നമ്മളെ സബ് കോൺഷ്യസ് നമ്മളെ കൂടുതലായിട്ട് നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യുന്നു. യെസ്, ഇറ്റ് ഈസ് ട്രൂ. ബിക്കോസ് അതിനുള്ള കാരണങ്ങൾ നമ്മളിലുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം നമുക്കിങ്ങനെ പറയാം. നമ്മളെല്ലാവരും പൊതുവെ കേരളത്തിലുള്ള എല്ലാവരും ഡിന്നറിന് ഗ്രെയിൻസ് ആണ് കഴിക്കുന്നത്, അല്ലെ? ചോറ്, അങ്ങനെയുള്ള ചോറുമായി ബന്ധപ്പെട്ടുള്ള അധികവും വരും, ചപ്പാത്തി, ചോറ്. എന്നാൽ ഈ പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത് വൈകുന്നേരത്തെ ഡിന്നർ എപ്പോഴും ഫൈബർ ബേസ്ഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബേസ്ഡ്, ഒരിക്കലും സീറോ ഗ്രെയിൻ ആവണം. നമ്മൾക്ക് അത് അത്ര എളുപ്പമല്ല. കാരണം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാം അതാണ്. അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല, അത് ഇറങ്ങത്തില്ല. അതെ. അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ആ ശീലങ്ങളെല്ലാം മാറ്റി പുതിയൊരു ശീലത്തിലേക്ക് മാറും. ഇത് തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീവയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമ്മൾ ഡിന്നർ സീറോ ഗ്രെയിൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് അബവ് 50 ഒരു കാറ്റഗറിയിൽ. കാരണം നമുക്ക് ചോറൊക്കെ കഴിച്ചില്ലെങ്കിൽ ഒട്ടും സുഖമില്ല. അന്നത്തെ ദിവസം ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ കുട്ടിക്കാലം പോലെ അതാണ്. അപ്പൊ ഇത് എത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റും? നമ്മളിങ്ങനെ 90 days പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. 90 days കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ശീലത്തെ മാറ്റി പുതിയ ഒരാളായിട്ട് മാറും. സോ ഇത് തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗിന്റെ എക്സാമ്പിൾ. ഇനി റോയ് സർ ഒന്നും പറഞ്ഞില്ലല്ലോ.
ഏതായാലും ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് സാർ നല്ല ക്ലിയർ ആക്കി മനസ്സിലാക്കി അതിന്റെ നേച്ചറും പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലൂടെ എങ്ങനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നിയന്ത്രിക്കാം എന്നുള്ളത് വളരെ ഭംഗിയായി സാറ് എക്സാമ്പിൾ സഹിതം പറഞ്ഞു. എനിക്ക് ആ കമ്പ്യൂട്ടർ ബയോസിന്റെ കാര്യം പറഞ്ഞത് തന്നെ വളരെ ക്ലിയർ ആയ സാറിന്റെ ഇത്. ഓക്കെ, അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് അറിയാം, നേച്ചർ അറിയാം, പക്ഷെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ അത് തിരിച്ചറിയാനുള്ളത് വളരെ ഭംഗിയായിട്ടത് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യമാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം ഈ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിനെ രൂപപ്പെടുത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് ഉൾക്കൊള്ളാനും പറ്റി. അത് തന്നെയല്ല, അത് പറ്റുന്നുള്ളതിനെ കുറിച്ച് സംശയമില്ലാത്ത രീതിയിൽ സാർ അത് കാണിച്ചു തരികയും ചെയ്തു. മൈൻഡ്ഫുൾ അവസാനം തന്ന മെഡിറ്റേഷനിൽ തന്നെ അത് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സാർ മെഡിറ്റേഷനിലൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനലൈസ് ചെയ്യുക ചെയ്തേ ഇന്നത്തെ ക്ലാസ്. എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു സാറ്. സാറിന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ സന്തോഷവാനാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത്. ചിന്തകൾ തിരുത്തി എഴുതാമെന്ന് സാർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വളരെ കറക്റ്റ്. നമുക്കതിനെ കുറിച്ച് അത് നമ്മളങ്ങനെ അങ്ങ് വിട്ടുപോകാം, നമ്മൾ കിടക്കണം, അത് നമ്മളങ്ങ് പോവുക, അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നതിനും അതുവഴി നമുക്ക് നേരെ തിരുത്തിയെടുക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു സർ. കുറച്ച് നമ്മൾ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പേസ് അവിടെ കൊടുക്കണമെന്ന് സാർ പറഞ്ഞു. അത് തന്നെ, അങ്ങനെയാണല്ലോ നമ്മൾ മറ്റേങ്ങനെ കിടക്കുമല്ലോ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുക. ചെറുപ്പം മുതലേ വന്ന് കയറിയ സാധനങ്ങളുണ്ട്, ഒരു മാറ്റവും ഇല്ലാണ്ട് നമ്മൾ കൊണ്ടുനടക്കുക. പക്ഷേ അതിനെ ഒന്ന് തിരുത്തണം, അത് മാറ്റിയെടുക്കണം എന്ന് നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടാക്കുകയും അത് തിരുത്താനും പറ്റുന്നു എന്ന് പറയുന്നത് വെച്ച് വരി നല്ലൊരു സാർ അങ്ങനെ ഒരു ബോധം നമുക്ക് തന്നു. ഓക്കെ സർ. ഈ സജഷൻ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനിങ്ങനെ എക്സാമ്പിൾ പറഞ്ഞപ്പോ അതിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 10-15 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു ഓയിൽ പോലെ എന്തോ ഉണ്ടാക്കി. എന്നിട്ട് അത് വലിയ പരസ്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അത് പറഞ്ഞിരുന്നത് നിങ്ങളുടെ കുടവയറ് കുറയ്ക്കാൻ ഇത് വയറ്റിന്റെ പുറത്ത് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫാറ്റ് നിങ്ങളുടെ ഇത് ഉരുകിപ്പോകും, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകും, നിങ്ങളുടെ കുടവയറ് കുറയ്ക്കാവുന്നത്. അത് ഒരുപക്ഷെ അവര് ലക്ഷങ്ങളോ കോടികളോ മിക്കവാറും അവർ സമ്പാദിച്ചു കാണും. ആരെങ്കിലും അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് ചുരുങ്ങിപ്പോകും, ഇത് തേച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഞാനത് കേട്ടിട്ടുള്ളതും. അതുപോലെ അതിനുവേണ്ടി ആ ഓയിൽ മേടിച്ച് തേച്ചിട്ടുള്ള ആളുകളെ പോലും എനിക്കറിയാം. ഇപ്പൊ ഇതൊരിതാണ്, അനലിറ്റിക്കൽ മൈൻഡും അതേസമയം കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുന്നു. നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ആ പ്രോഡക്റ്റ് നിന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പരസ്യം ഞാൻ കേൾക്കുന്നില്ല. 95% സബ് കോൺഷ്യസ് മൈൻഡിന്റെതാണ് അല്ലേ സാറേ? അപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളില് 95% നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോയി ആ പ്രശ്നത്തിൽ. തീരുമാനങ്ങൾ എന്നതിനേക്കാൾ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. 95% നമുക്ക് ഒരു 5% മാത്രമേ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നമുക്ക് കിട്ടുന്നുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 95% ഇതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡെയിലി ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത്. എന്ത് തീരുമാനം എടുക്കണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിലേക്കായിരിക്കും. അവിടെ പല മണ്ടത്തരങ്ങളും നമ്മൾ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം അതായിരിക്കും നമ്മൾ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയത്തില്ലേ, വഴിയിൽ കൂടെ നടന്നു പോകുന്നു, ഒരു കയർ കിടക്കുന്നു, പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പാമ്പാണെന്ന്. അപ്പൊ പാമ്പാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. അത് കഴിഞ്ഞ് 2 ചാട്ടവും തുള്ളലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ വെച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായി ഇത് വെറും കയറാണ്. ശരി, അപ്പോഴാണ് നമ്മൾ അത് മിക്കവാറും എനിക്ക് നടക്കുന്നുണ്ട് സാറേ. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ എന്റെ വാതിലിന്റെ അവിടെയായിട്ടൊരു പാമ്പിനെ ഒരു പ്രാവശ്യം കണ്ടു. അതിനുശേഷം എപ്പം ഡോറ് ഓപ്പൺ ചെയ്താൽ എനിക്ക് ആ പാമ്പിനെ അവിടെ കാണുന്ന പോലെ ഒരു ഭയം ഉള്ളിൽ കയറും. അതിനൊരു എളുപ്പമാർഗമുണ്ട്. ഒരു പാമ്പിനെ വളർത്തിയാൽ മതി. അതല്ല ഡോർ, എനിക്ക് തോന്നിയ സാറ് പറയാൻ പോകുന്ന ഡോർ തുറക്കാതിരിക്കുക എന്നായിരിക്കും. അങ്ങനെയല്ല, ആ ഭയം മാറണമെങ്കിൽ നമ്മൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആകും.
അതെ അതെ അല്ല ഇപ്പൊ ഈ ക്ലാസ്സിലൊക്കെ കയറിയതിന് ശേഷം മനസ്സിനെ തിരുത്തും, ഇല്ല അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട്. അതായത് നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുക. നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമ്മളെ സഹായിച്ച അതാണ്, നമ്മൾ കൂടുതൽ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കാനുള്ള ഒരു വലിയ സാഹചര്യം നമുക്ക് വന്നു. എല്ലാം നമ്മളിങ്ങനെ സബ് കോൺഷ്യസ് നിന്ന് വിട്ട് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കാനുള്ള, അല്ലെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് 5% ഒന്നും അല്ല, ഇപ്പൊ ഒരു 25-30% ആക്റ്റീവ് അല്ല സാറേ, ആണെന്ന്. ശരിയാ. ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കുറച്ചൊരു ധൈര്യം വന്നിട്ടുണ്ട് സാറേ. ധൈര്യവും വിവരമൊക്കെ വന്നു അല്ലേ? വന്നിട്ടുണ്ട്. വലിയ എന്നാലും ഭയമില്ല. കേരളത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം. അതെ അതെ. ജോർജ് സാർ വിവരമുള്ളവർ ഉണ്ടോ? ജിയോ, ജോർജ് സാറിലെ ജിയോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? രാജ് സാർ എന്താ പറയാൻ? സാറേ, യാത്രാടത്തിന് ഞാൻ ഒരിക്കലും ഈ പറയുന്നതായിട്ടുള്ള ഗ്രെയിൻസ് കഴിക്കാറില്ല. സലാഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ സാറിന് ഗ്രീൻ സലാഡ് ഇത്ര വർഷങ്ങളായിട്ട്. അപ്പൊ അത് ഞാൻ കണ്ടീഷൻ ചെയ്തു. രാവിലെ അതുപോലെയാണ് ഈ അരിഭക്ഷണം കഴിക്കാറുള്ളത്. അവിടെ നട്ട്സ്, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വേണ്ടി. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക അത് ഭയങ്കരമായിട്ട് വിരസത ഉണ്ടാകത്തില്ല, ആവർത്തന വിരസത ഉണ്ടാകും. എനിക്ക് ഉണ്ടാവുന്നില്ല. സാർ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കണം കേട്ടോ. ഒരു ദിവസം എങ്ങനെയാണ് സാർ കൊണ്ടുപോകുന്നതെന്ന് ഒരു ക്ലാസ് എടുക്കണം. സാറിന്റെ ഡെയിലി റൊട്ടീൻ ഒന്ന് നമുക്ക് പറഞ്ഞു തരണം. അതെ, എങ്ങനെ സുന്ദരനായിരിക്കുന്നു അല്ലെ? എങ്ങനെ സുന്ദരനായിരിക്കുന്നു? അതെ, സുന്ദരമില്ല. ഉച്ചയ്ക്ക് മാത്രം 2 ചെറിയ സ്പൂൺ 2 സ്പൂൺ ചോറ് കഴിക്കും. ബാക്കിയെല്ലാം ഈ പറയുന്ന. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഇങ്ങനെയാ വരുന്നത്, സാർ എത്ര കാലം കൊണ്ട് ഇങ്ങനെ മാറ്റിയെടുത്തു ആ പഴയ രീതി? സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ എത്ര കാലം കൊണ്ട് പ്രോഗ്രാം ചെയ്തു? എനിക്കൊരു ഒരാഴ്ച കൊണ്ട്. ഒരാഴ്ച കൊണ്ടോ? അത്ഭുതം. സാധാരണ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ അസുഖമായിട്ട് എന്തെങ്കിലും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പേടിപ്പിക്കും, തട്ടിപ്പോകുമെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ. ആൾക്കാർ ഈ ഗ്രൗണ്ടിൽ കൂടെ കൈയൊക്കെ വീശി ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോഴേ മനസ്സിലാക്കണം ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെന്ന്. ശരിയാ സാറേ. സ്പീഡിൽ ഇങ്ങനെ കൈയൊക്കെ ആട്ടി ഇങ്ങനെ നടന്നു പോകുന്നവര് കാണും. അല്ലേ സാറേ, എന്നെ പിടിക്കാൻ കാലം വരണ്ടെന്നുള്ള രീതിയിലാ അത് നടക്കുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടല്ലേ? സാറേ, നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. വളരെ കാം ആയിട്ടുള്ളതായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ അത് ക്രിയേറ്റ് ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. നാളെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസത്തിലേക്ക് പോകാം. താങ്ക് യു സർ. താങ്ക് യു ആന്റണി സർ. താങ്ക് യു സർ. Thank you. Okay, have a nice evening and good night to you. Okay.